കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അനിൽ അക്കര, 2023 ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയക്കുന്നു. അത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഒരു സമൻസേ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. ED അതിൽ തുടർ നടപടി ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതേ കാലയളവിൽ തന്നെ ദിലീപ് രാഹുലിനും 3 തവണ ED സമൻസ് അയച്ചു എന്ന് പറയുന്നു. പക്ഷെ അതും കൈപ്പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. 2023 അതിനുശേഷം ഇപ്പോൾ നമ്മൾ 2025 പൂർത്തിയാകാൻ പോവുകയാണ്. ഇതുവരെ പിന്നെ അതിലൊരു തുടർ നടപടിയും ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇതിനകത്ത് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ലാവ്ലിൻ കേസ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ CBI കേസും അതിനുശേഷം ഇത് ഒരു DCIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനകത്തുണ്ടായ ചില സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ലാവ്ലിൻ കേസിൽ ഇത്തരത്തിലുള്ള സാക്ഷികളെയും പ്രതികളെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാറുകയും പിന്നീട് ആനന്ദ് എന്ന് പറയുന്ന അഡീഷണൽ ഡയറക്ടറാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അപ്പൊ അതേസമയം തന്നെയാണ് ലൈഫ് മിഷന്റെയും രണ്ടിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഇതുമായി ബന്ധപ്പെട്ട മോഹനേന്ദ്ര ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതിന്റെ ഉണ്ടായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ KICBയുടെ ചെയർമാനായിരുന്ന ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും. പക്ഷേ ഇവരൊന്നും ആരും ഹാജരായില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ അത് രേഖപ്പെടുത്തുകയും അത് തിരിച്ചയക്കുകയാണെങ്കിൽ തിരിച്ചയക്കുന്നത് പോലും അവിടെ അതിന്റെ വിവരങ്ങൾ ഉണ്ടാകും. ആ വിവരങ്ങൾ ഇന്ന് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുകയാണ്. കേരളത്തിന്റെ ഭരണ സംവിധാനവും നിയമ സംവിധാനവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് അധ്യക്ഷൻ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനാധിപത്യ സംവിധാനത്തോടും അതുപോലെ തന്നെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടും ഒക്കെ കളവ് പറയുന്നു എന്നുള്ളത് മാത്രം എങ്ങനെയാണ് കുറ്റമാവുക? അപ്പം ശ്രീ അനിൽ അക്കര, അപ്പം എനിക്കോ താങ്കൾക്കോ ED പോകട്ടെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും നോട്ടീസ് വന്നു, അത് നമ്മൾ കൈപ്പറ്റുന്നില്ല, അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല സ്റ്റേഷനിലേക്ക്. അപ്പം അവിടെ എന്തുണ്ടാകും? നമുക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഇത് ED ആണ്. അപ്പം അത് EDയുടെ കുറ്റമല്ലേ തുടർ നടപടി ഇല്ലാത്തത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഇങ്ങനെ ഒരു സമൻസ് തന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് വന്നോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി കണ്ടില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തിരിച്ചയച്ച ഒരു സാഹചര്യം അത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്ത് ഒഫീഷ്യലായി രേഖപ്പെടുത്തിയിരിക്കും. അത് കണ്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഇത് ഔദ്യോഗികമായി രേഖപ്പെടുത്തി വെച്ചു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ല, അതങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്റെ വീട്ടിലേക്ക് ഒരു രജിസ്റ്റേർഡ് ആയിട്ട് ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ചുമതലപ്പെടുത്തിയ ആളോ അതല്ലെങ്കിൽ ഞാനോ ആ കത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അതിന്റെ ഉത്തരവാദിത്തം ആ അയച്ച പോസ്റ്റ് ചെയ്ത ആള് അതിന്റെ രേഖാമൂലം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കും. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സമൻസ് വീണ്ടും അയച്ചില്ല എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ LDF സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധമാണ്. എന്തിനാണ് നിർമ്മലാ സീതാരാമനെ ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി അവസാനം ഈ 2023 ശേഷം 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണല്ലോ നിർമ്മലാ സീതാരാമനെ കണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഓരോ നിമിഷവും ഇത് വളരെ കൃത്യമാവുകയാണ്. ലാവ്ലിൻ കേസാണെങ്കിലും ലൈഫ് മിഷൻ കേസാണെങ്കിലും ഒന്നും ഒരു സ്ഥലത്തും എത്താതെ പോകുന്നത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയും നമ്മൾ അടുപ്പമാണ്. ചോദിച്ചോട്ടെ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൻ ക്ലിഫ് ഹൗസിലല്ല താമസിക്കുന്നത്, അദ്ദേഹം പുറത്ത് ജോലി ചെയ്യാണ്, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ക്ലിഫ് ഹൗസ് അഡ്രസ്സിൽ അദ്ദേഹത്തിന് ഒരു സമൻസ് വരേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ താമസിക്കാത്ത ഒരാളുടെ ആ അഡ്രസ്സിൽ വന്നു എന്ന് വിചാരിക്കും, വന്നിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി വിശ്വസിക്കില്ലാതെ ഇപ്പം നമുക്ക് വേറെ വഴിയില്ല. അപ്പം അവിടെ താമസിക്കാത്ത ഒരാളുടെ പേരിൽ അവിടേക്ക് വന്നു, അപ്പൊ എന്താ സംഭവിക്കുക? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോ ഇതിനകത്ത് നമുക്കറിയാലോ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ വിലാസം കൊടുത്തത് ഏതാണ്? AKG സെന്ററാണ്. AKG സെന്റർ എന്ന് പറയുന്നത് CPIMന്റെ സ്വത്തല്ല. അത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ്. അത് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ്. അതിനാണ് സംസ്ഥാന സർക്കാർ ഭൂമി വിട്ടുകൊടുത്തും അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തൊരു പഠനകേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കേന്ദ്രമാണ്. ആ പഠനകേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ രജിസ്റ്റർ ചെയ്ത്. അപ്പൊ അത് അവരുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് നമ്മൾ ഈ രണ്ട് അവതാരങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിലും മകനാണെങ്കിലും AKG സെന്റർ പോലും ദുരുപയോഗം ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്.
ഇവിടെ ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് അദ്ദേഹം അവിടെയല്ല താമസിക്കുന്നത് എന്ന പേരിൽ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ്, ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തുണ്ടാകും. അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇഡി ഇങ്ങനൊരു സാധനം അയച്ചിട്ടുണ്ടാവില്ല എന്ന് സ്ഥിരീകരിക്കണം. അത് പറയേണ്ട രീതിയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ 3 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്നും ഇന്നും നടക്കുകയാണ്. ഇപ്പൊ ലൈഫ് മിഷൻ കേസിൽ എത്ര തവണയായി സുപ്രീം കോടതി CBI ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നു, എത്ര തവണയായി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ കേസിൽ ചാർജ് വായിച്ചു കേൾപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് CBIക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ കണക്റ്റഡ് ആണ് ഈ 2 കേസുകളും. മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പം ഈ വിവേകിന് നോട്ടീസ് അയക്കാനുള്ള കാരണം അത് ഇതുമായി ബന്ധപ്പെട്ട് ചിലരുടെ മൊഴിയുണ്ട്. നമ്മൾ ചില പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് സ്വപ്ന സുരേഷ് ആണെന്നും ഒന്ന് നന്ദകുമാർ ആണെന്നും കേൾക്കുന്നു. അപ്പൊ അവരുടെ മൊഴി സ്വാഭാവികമായി ഇപ്പം നമുക്ക് ഒരു മൊഴി ലഭിച്ചാൽ അതിൽ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം ഒരു അന്വേഷണ ഏജൻസി. അതാണല്ലോ അവരുടെ ചുമതല. അപ്പൊ കറസ്പോണ്ടന്റ് ആയി ആക്ഷന്റെ ഭാഗമായി അവർ പരിശോധിച്ചപ്പോൾ അതിലൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആ കേസ് ED ഉപേക്ഷിച്ചതാണെങ്കിലോ? അല്ല, ഇതിനകത്ത് നിങ്ങൾ ഇപ്പോഴും സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് അവസാനം വന്നതും നമ്മളുമായി ബന്ധപ്പെട്ട 2 കേസുകളിനകത്തും ഇത് വളരെ കൃത്യമാണ്. ഞാൻ ഈ പിന്നെ ലൈഫ് മിഷൻ കേസും ഞാൻ കൃത്യമായി ഫോളോ ചെയ്തിരുന്ന ആളാണ്. ഈ പറയുന്ന ലാവ്ലിൻ കേസ് നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടല്ല, ഞാൻ വായിച്ചറിഞ്ഞ ആൾ മാത്രമാണ്. അപ്പൊ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കേസ് താങ്കൾ ഫോളോ ചെയ്തു. ഇപ്പം ആദ്യം മറ്റൊരു മാധ്യമം ഈ മകന് ED കേസിൽ ഈ ED സമൻസ് ലൈഫ് മിഷനിലാണെന്ന് മറ്റൊരു മാധ്യമം കൊടുത്തപ്പോൾ താങ്കൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, താങ്കളും പറഞ്ഞത് ലൈഫ് മിഷനാണ്. പക്ഷേ ഇന്നലെ ബോധ്യപ്പെട്ടു അത് ലൈഫ് മിഷനിലല്ല എന്ന്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടേ അല്ല ഈ സമൻസ് പോയത്. അല്ല, ഈ 2ന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ആനന്ദ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ലൈഫ് മിഷന്റെ കേസും അന്വേഷിച്ചിരുന്നത് ആനന്ദാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ലാവ്ലിൻ കേസും അന്വേഷിച്ചിരുന്നത് ആനന്ദാണ്. സ്വാഭാവികമായും ഒരു കേസിനകത്ത് ഇത് വിളിച്ചു വരുത്തിയ 2 ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഹാജരായ ശിവശങ്കരനാണ്, രണ്ടാമത്തെ ആൾ വിവേക് കിരണാണ്. ഈ വിവേക് കിരണ് ലൈഫ് മിഷനുമായി ബന്ധമുണ്ട്, ലാവ്ലിൻ കേസുമായി ബന്ധമുണ്ട്. ശിവശങ്കരൻ ലാവ്ലിൻ കേസിനകത്ത് അന്ന് KLCBയുടെ ചെയർമാനായിരുന്നു. ശിവശങ്കരൻ എന്ന് പറയുന്ന ലൈഫ് മിഷന്റെ സമയത്ത് അദ്ദേഹം അന്ന് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഈ 2 കേസുകൾക്ക് ഈ 2 ആളുകളും പ്രതിസ്ഥാനത്ത് വരേണ്ട ആളുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ ഒരേ ദിവസം ഈ ലൈഫ് മിഷന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു വരുത്തിയ ഒരേ ദിവസം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സംശയവുമില്ല ഈ 2 കേസുകളുമായി കണക്ട് ചെയ്യും. ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ട്. അതുപോലെ തന്നെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഊർജ്ജ സെക്രട്ടറി ആയിരുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഈ രാഹുൽ പിന്നെ തുടങ്ങിയ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളുണ്ട്. ഈ 2 കേസിലും ഇവർക്കെതിരെയുള്ള മൊഴികളുണ്ട്. ഒരേ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ ഭാഗമായി വരുമ്പോൾ 2 കാര്യങ്ങളും കണക്ട് ചെയ്താണ് ഈ അന്വേഷണം പോകുന്നത്. ഈ 2 കേസിലും അല്ലെങ്കിൽ സംസാരിച്ചതിന്